കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അധ്യാപകരും 6ാം സെമസ്റ്റർ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലെ അച്ഛനമ്മമാർക്കായി മെന്റൽ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒക്ടോബർ 4-ാം തീയതി രാവിലെ 10 മണി മുതൽ കല്ലുവാതുക്കൽ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൽ നടന്ന മെന്റൽ ഹെൽത്ത് ക്യാമ്പ് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രതിഭ MD ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്തിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കുറച്ച് സേവനങ്ങൾ തരാനും നമുക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കൊല്ലം വളരെയധികം ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം അവർ ഇടയ്ക്കിടെയായി ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുന്നതിലും നമ്മൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം നഴ്സിംഗ് കുട്ടികൾ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ വരാറുള്ളത് പോലെ MBBS കുട്ടികളും നമ്മൾ 2ാം വർഷം ആകുമ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പം ഇനിയുള്ള വർഷങ്ങളിലും ഇതേപോലെ കുട്ടികൾ ഇവിടെ വരാനും സത്യത്തിൽ വളരെയധികം യങ്ങർ ജനറേഷനും കുറച്ച് മുതിർന്ന ജനറേഷനും തമ്മിൽ ഇടപെടാൻ സാധിക്കുന്ന തന്നെ മൂല്യങ്ങൾ കൈമാറാനും ഇപ്പോഴത്തെ കുട്ടികളുടെ ഇതൊക്കെ നിങ്ങൾക്കറിയാനും നിങ്ങളുടെ മൂല്യങ്ങൾ അവർക്കറിയാനും ഒക്കെ ഉള്ളൊരു അവസരമായി തന്നെ ഇത് നിലനിൽക്കുന്നു. ഇതെല്ലാം പിന്നെ ഇവിടെ വളരെയധികം സന്തോഷത്തോടെ എല്ലാവരും ഒരേപോലത്തെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി. പിന്നെ ഇങ്ങനെ ഒരു മഹത്തായ ഒരു സേവനം ചെയ്യാനായിട്ട് സന്മനസ് കാണിക്കുന്ന റുവൽ സിംഗ് സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ കൂടെ ഉള്ള കൊച്ചു ഡോക്ടേഴ്സും നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യമായ സേവനങ്ങൾ തരാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ കാര്യങ്ങളും ഞങ്ങളോട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ നഴ്സിംഗ് കുട്ടികളോടൊപ്പം മാഡം പറഞ്ഞ പോലെ കുറച്ച് പാട്ടുപാടാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതോടൊപ്പം ഈ പ്രോഗ്രാം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു PS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തികച്ചും ആയിട്ടാണ് എനിക്കിവിടെ വരേണ്ടി വന്നത്. ഇത് നമ്മളുടെ കോളേജിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എവിടെ നടത്തുമെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞു കൊടുത്തത് ഇവിടെ നടത്താമെന്ന്. ഈ കൊല്ലം സ്വദേശി ആയതുകൊണ്ട് അത്യാവശ്യം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും ഞാൻ ഇവിടുത്തെ അത്യാവശ്യം ഒരു സഹചാരി ആയതുകൊണ്ടും ഇവിടെ വിളിച്ചു ചോദിക്കാൻ ഞാൻ പറഞ്ഞു. ഞാൻ സാറിൻ്റെ നമ്പർ കളക്ട് ചെയ്ത് ജിജ മാഡത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. അതനുസരിച്ച് ജിജ മാഡമാണ് ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തത്. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇത് ഞങ്ങളുടെ 1ാം ബാച്ച് BSc നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ കോളേജ് തുടങ്ങിയത് 2022-ലാണ്. ആദ്യത്തെ ബാച്ച് കുട്ടികളാണ്. അവർ പഠിച്ചവർക്ക് മുമ്പിൽ സീനിയേഴ്സോ ആരുമില്ല. ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ട് ചെയ്ത് പഠിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ പഠിത്തത്തിൻ്റെ ഭാഗമായി ആദ്യമായി ഒരു ക്യാമ്പ് ഇങ്ങനെ ഒരു ഹോമിൽ വന്ന് ആദ്യമായിട്ടാണ് ക്യാമ്പ് നടത്തുന്നത്. ഇന്നലെ വരെ അവർ മറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം തന്നെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പം ഓരോ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നലത്തെ ചെറിയൊരു പ്രിപ്പറേഷൻ മാത്രമേ അവർ ഈ ക്യാമ്പിനായിട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഈ സ്ഥാപനത്തിൽ വന്ന് എല്ലാ മാതാപിതാക്കളെയും കാണുകയും അവരുടെ ആ കുട്ടികളാൽ ആവുന്ന വിധത്തിലൊരു ഹെൽത്ത് ചെക്കപ്പ് ഓർഗനൈസ് ചെയ്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനാണ് ഞങ്ങളിന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിന് ആദ്യമായി എൻ്റെ ഈ ഓർഗനൈസ് ചെയ്ത അധ്യാപകർക്കും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും എല്ലാ ഭാവുകങ്ങളും സന്തോഷവും അറിയിക്കുന്നു. പിന്നെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ഈ ഒരു ദിവസം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നിലവാരം, നിങ്ങൾ കൃത്യമായി ആരോഗ്യത്തിൻ്റെ നിലവാരമൊക്കെ അളക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഒന്നും കൂടെ നിങ്ങളുടെ അത്യാവശ്യ ആരോഗ്യ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ നോക്കാനും, ഞങ്ങളുടെ കുട്ടികൾ പാട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കുറേ പ്രോഗ്രാമുകളും ഒക്കെ നടത്തി നിങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികളോടൊപ്പം പാടാം. അങ്ങനെ ഈ ഒരു ദിവസം ഒരു നല്ല ഓർമ്മ ദിവസമാക്കി മാറ്റി ഈ സ്ഥാപനത്തിനും ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ കോളേജിനും ഒരു നല്ല ഓർമ്മ ദിവസമാക്കി മാറ്റാൻ ഈ ദിവസം ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. 3ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥി അൽഫിയ സൈഫ് സ്വാഗതം ആശംസിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M, ഡോക്ടർ ജീജ D, നീതി തുടങ്ങിയവർ സംസാരിച്ചു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ
5 വർഷം തികയാണ് തുടങ്ങിയിട്ട്. ഈ 5 വർഷത്തിനിടയിൽ ഒട്ടനവധി സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ചേരുകയും അതിനുപരി നിങ്ങളെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും ഈ അച്ഛന്മാരെ കാണുവാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഡോക്ടർ ബിന്ദു മേഡം ഇവിടുത്തെ ഒരു കുടുംബത്തിലൊരംഗമാണ്. ബിന്ദു മേഡം മാത്രമല്ല, മേഡത്തിൻ്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് KP സജിനാഥ്, അദ്ദേഹം ഈ കുടുംബത്തിലൊരംഗവും നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു അംഗം കൂടിയാണ്. കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളെ കൂടി ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടുകുടുംബമായി മാറുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ സന്ദർശനം. ഇവിടെ അച്ഛന്മാർക്ക് ഏറെ സന്തോഷമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 65 സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ വന്നു പോയത്. നിങ്ങളും ഇവരെ പരിചരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ പല മേഖലയിൽ നിന്ന് വന്ന് ഒരു കുടുംബത്തിൽ ചേക്കേറിയതുപോലെ ഇവരും പല മേഖലയിൽ നിന്ന് വന്ന് ഒരു കുടുംബത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ഇവരെവിടെ നിന്നൊക്കെയാണ് വന്നത്? ഇവരുടെ വീടെവിടെയാണ്? ഇവരെന്താണ് ഇവിടെ എത്തിപ്പെട്ടത്? കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചുമതല ഇന്ന് നിങ്ങൾക്കുണ്ട്. നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആളാവാം, ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളാവാം, ചോദിച്ച് മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇവരെല്ലാം എവിടെ നിന്നാണ് എത്തിപ്പെട്ടതെന്ന്. ഏതാണ്ട് ചാലക്കുടി മുതൽ ഇങ്ങോട്ടുണ്ട്. ഇവരെല്ലാം അഡ്മിഷൻ ഞങ്ങൾ എടുത്തിരിക്കുന്നത് അങ്ങനെ കൊണ്ടുതള്ളുന്ന ആളുകളല്ല. നിങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് എൻ്റെ മുൻവശത്തെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, സമുദ്രതീരം മതേതര വയോജന കേന്ദ്രമെന്നാണ്. ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരു മതവും രാഷ്ട്രീയവും ഇല്ലാതെയാണ് ഞങ്ങളവരെ സംരക്ഷിക്കുന്നത്. ഇവർ ഏതൊക്കെ വീട്ടിൽ നിന്ന് എത്തിയതല്ല. ഇപ്പം തന്നെ ഈ വരികിലെ പുറകിലിരിക്കുന്ന ഒരു പയ്യൻ UK യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച പയ്യനാണ്. തൊട്ട് പുറകിലായിരിപ്പുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച റിട്ടയർഡായ ഒരു HM. B.Ed കഴിഞ്ഞ ആൾക്കാരുണ്ട്, കോളേജിൽ പഠിച്ച ആൾക്കാരുണ്ട്. ഇവരെല്ലാം എന്നെ ഓരോ വീടുകളിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ നേരിട്ട് പോയി അവരുടെ വീട്ടിൽ ചോദിച്ച് മനസ്സിലാക്കി, തൊട്ടടുത്ത വീടുകളിൽ നിന്ന് മനസ്സിലാക്കി ഇവരാരും സംരക്ഷിക്കാനില്ലെന്ന ഉത്തമ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവരെ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒരു ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വയോജന കേന്ദ്രമെന്ന ആ വാക്ക് കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ, അല്ലെങ്കിൽ വയോജന കേന്ദ്രം ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കൂട്ടുകുടുംബത്തെ ഞങ്ങൾ ഇത്രയും വലിയ രീതിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ നടത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം വന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കണ്ട എന്നൊരു നിർദ്ദേശമാണ് വന്നത്. അതിനെ തരണം ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത 100 കിടക്കകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോടി ഒരു 3.5 കോടി രൂപ മുടക്കി അതിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 4 മാസത്തിനകം മാറണമെന്നുള്ള ഒരു കാര്യം കൂടി എൻ്റെ ഉള്ളിലുണ്ട്. എങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിന്നു. 42 ലക്ഷം രൂപയാണ് എൻ്റെ സാമ്പത്തിക ബാധ്യത ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അവർ തരുവാൻ വേണ്ടി മുൻപോട്ടേക്ക് വന്നത്. 21 റൂമിൽ മിക്ക റൂമുകളും ജനങ്ങൾ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുകയാണ്. അവരെന്നോടൊപ്പം ചേർന്നപ്പോൾ എനിക്കൊരു മനക്കരുത്തും കൈക്കരുത്തുമായി. അത് അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്തെന്ന് അവർക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു കൂട്ടുകുടുംബം എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ട്രസ്റ്റ് കൂടിയാണ്. അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തുന്നത് ഞങ്ങളാണ്. 8 വർഷം കൊണ്ടാണ്.
1300 പേരാണ് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്യാമ്പിൽ വന്നത്. 350 ഓപ്പറേഷനാണ് ഞങ്ങൾ നടത്തിയത്. അത് എല്ലാ മാസവും നടത്തുന്ന ക്യാമ്പാണ്. എല്ലാ മാസവും 300-ൽ പുറത്ത് ഓപ്പറേഷൻ ഞങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്നാൽ ആതുര മേഖലയിൽ സേവനത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന ഒരു ട്രസ്റ്റാണ്. നിങ്ങൾക്കറിയാം, ആംബുലൻസ് തന്നെ 8 വർഷം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു പൈസ പോലും, ഒരു മുട്ടായിയുടെ പൈസ പോലും വാങ്ങാതെയാണ് അത് ആംബുലൻസ് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഓടുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ മെഡിക്കൽ കോളേജിലും ആ കാഷ്വാലിറ്റി ഫ്രണ്ടിലായി സമുദ്രയുടെ ദുരിതത്തിൻ്റെ ഒരു അലമാര ഞങ്ങളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെത്തുന്ന ഒരു പേഷ്യൻറ്റിനും മരണപ്പെടുന്ന ഒരു ആളിനും പുതുവസ്ത്രങ്ങൾ ഞങ്ങളവിടെ നിറച്ച് വെക്കുന്നുണ്ട്. അതും ഞങ്ങൾ നടത്തുന്നതോടൊപ്പമാണ് ഈ വയോജന കേന്ദ്രവും ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോൾ ആതുര മേഖലയിൽ കേരളത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്, മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ അലമാര സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും അലമാര സ്ഥാപിച്ച് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളിതെല്ലാം നടത്തുന്നത് ഒരു സമ്പത്ത് ഉണ്ടായിട്ടല്ല. എനിക്കൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സമ്പത്ത് എത്ര വേണ്ടോ അത്രയും ഞാൻ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഇനി ഓരോ ദിവസവും കിട്ടുന്ന സമ്പത്തെല്ലാം ഞാൻ ഇവർക്ക് വേണ്ടി തന്നെയാണ് കൊടുക്കുന്നത്. ഇതെൻ്റെ വീട് ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ എൻ്റെ ഭാര്യ നിങ്ങൾ കണ്ടു കാണും, പുറകിലിരിപ്പുണ്ട്, എൻ്റെ അമ്മ ഇരിപ്പുണ്ട്, എൻ്റെ 2 മക്കളിരിപ്പുണ്ട്. ഞങ്ങൾ ഇവരോടൊപ്പം സന്തോഷമായിട്ട് ഞങ്ങൾ കഴിയുകയാണ്. 3-ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥി ആര്യ കൃഷ്ണൻ നന്ദി പറഞ്ഞു. നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യം തന്നെ ഇന്നത്തെ ക്യാമ്പിന് വെൽക്കം സ്പീച്ച് ചെയ്ത 3rd ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻറ്റ് അൽഫിയ സേഫിന് ഞാൻ എൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ഡോക്ടർ ബിന്ദു PS മാഡം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മാഡത്തിനും എൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇനാഗ്രേഷൻ സ്പീച്ച് നടത്തിയ നമ്മുടെ ഡോക്ടർ പ്രതിഭ MT മാഡം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാഡത്തെയും ഞാൻ എൻ്റെ പേരിലും ഈ കോളേജിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ മാഡത്തിൻ്റെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന HS മാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സമുദ്രതീരത്തിൻ്റെ ഫൗണ്ടറായ രവേൽ സിംഗ് സാറിനും ഇവിടെയുള്ള ഓരോ കുടുംബാംഗങ്ങൾക്കും ഇവിടെയുള്ള സ്റ്റാഫുകൾക്കും ഞാൻ എൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ ഈ ക്യാമ്പ് നടത്തണമെന്നുള്ള ആശയം കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ഒരുപാട് സപ്പോർട്ടായി നിന്ന നമ്മുടെ സ്വന്തം ഡോക്ടർ ജിജ D മാഡം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം മാഡത്തെയും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ കൂടെ വന്ന നീതി മാഡത്തെയും. പിന്നെ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ക്യാമ്പ് നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്ത എൻ്റെ കൂടെയുള്ള സഹപാഠികൾ പെട്ടെന്ന് ഓരോ ടീമായി തിരിച്ച് ഓരോരുത്തരും ഓരോ കാര്യം ഏറ്റെടുത്ത് വളരെ നന്നായി അത് ചെയ്യുന്നു. അവർക്കും എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെയുള്ള ഓരോ അച്ഛനമ്മമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് അച്ഛനമ്മമാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാർക്കായി അവതരിപ്പിച്ചു. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന്, കൊടും കാടാണ് കരളിലെന്ന്. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ, തെങ്ങിള
കല്ലല മൂളും കാറ്റേ പുല്ലാനിക്കാട്ടിലെ കാറ്റേ കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉറക്കാൻ വാ. നറുവെണ്ണിലാവ് പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ കമ്മലിന്മേൽ ഉമ്മ വെച്ചതും ഇന്നലെ നിൻ കാന്തമണി കണ്ണിണയിലെ കനക വിളക്ക് കൊളുത്തിയതും മയങ്ങുന്ന നേരത്ത് നിൻ വാതിൽ മെല്ലെ ചാരിയതും മനസ്സിന്റെ മൺമുറിയിലെ മധുര തുകണയൊഴുകിയതും കണ്ടതാണ് പെണ്ണേ കൺകവർന്ന പെണ്ണേ പൂവണിഞ്ഞ രാത്രി മുല്ലേ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാവ് പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. ആരു നീ ദേവതേ ആരു നീ ദേവതേ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ പാടുന്നതെല്ലാം നിൻ കീർത്തനമാക്കുവാൻ പാടുപെടുന്നോരൻ കണ്ഠം പാടുന്നതെല്ലാം നിൻ കീർത്തനമാക്കുവാൻ പാടുപെടുന്നോരൻ കണ്ഠം പണ്ടൊരു ജന്മത്തിൽ അക്രൂരവേഷത്തിൽ പണ്ടൊരു ജന്മത്തിൽ അക്രൂരവേഷത്തിൽ രിയൂരം നനയുകയോ മനമിങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമാ ഇളം കാറ്റിൽ ഇടവഴി ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനി കഥ തുടരും
മിഴിയൂരം നനയുകയോ മനമിങ്ങോ ഒഴുകുകയോ. അത്തം പുത്തിറങ്ങി താര അഞ്ഞാഴിപ്പൂ വിരിഞ്ഞ് ചിത്തിര കതിരു കണ്ടേ താര ചെമ്മാനം പൂക്കും പോലെ. ചെമ്മാനം പൂവിറുപ്പിൽ പണ്ടുത്തിരാടം പിറന്ന് ഉത്തിരാടപ്പരപ്പിൽ എത്തും മാവേലി തമ്പുരാനും. എന്തെല്ലാം കാഴ്ചയുണ്ടേ താര കണ്ടെന്നു സന്തോഷിക്കാൻ. കൊട്ടും കുരവയുണ്ടേ താര ഒട്ടേറെ ഘോഷമുണ്ടേ. ഇത്താം തേതാരാ തകതേതകതാരാ ഇത്താം തേതാരാ തകതയ്യത്തീനം താരാ. ആരെല്ലാം പൂവെറിഞ്ഞ് താര ആരെല്ലാം കായെറിഞ്ഞ് ആരിക്ക് തലയുറഞ്ഞ് തുള്ളാനിയൊരു പൊൻകാളത്തിൽ. ആരെല്ലാം തുള്ളിയാലും താര തുള്ളക്കളം നേരണം. തുള്ളക്കളം നിറഞ്ഞ പോരാ തുമ്പക്കോടം നേരണം. മേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന ഓദയാമയ പരാൽപര ചരണജപങ്ങളോടെ നീക്കമേ. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നിറം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാർക്കൊപ്പം വിശേഷങ്ങൾ പങ്കിടുകയും വിദ്യാർത്ഥികളും അധ്യാപകരും കൊണ്ടുവന്ന വസ്ത്രങ്ങൾ അച്ഛനമ്മമാർക്ക് കൈമാറുകയും ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്യുകയും ചെയ്തു. സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർക്കൊപ്പം ഒരു ദിവസം ചെലവഴിച്ചതിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ഇന്ന് ഒരു ദിവസം ഞങ്ങളുടെ കുട്ടികളോടൊത്ത് നിങ്ങളിവിടെ ചെലവഴിച്ചല്ലോ. എങ്ങനെയിരുന്നു ഇന്നത്തെ ദിവസം? കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമായോ? ആയി. ഡോക്ടർമാരെ കണ്ട് നിങ്ങളുടെ രോഗവിവരങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചില്ലേ? നിങ്ങളുടെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കിയല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ഒരു ആരോഗ്യ ചെക്കപ്പും നടത്തി. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾക്ക് അധ്യാപകർക്കും, ഞങ്ങൾ പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, നേഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ നിങ്ങളെ കാണാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും വേണ്ടിയാണ് വന്നത്. നിങ്ങൾക്ക് സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞങ്ങളുടെ കുട്ടികൾക്കും വളരെ സന്തോഷമായി. ഒരു നല്ല അവസരമാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനെ നിങ്ങളെ കാണാനും ഇനിയും അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി ഇതുപോലെ അടുത്ത ബാച്ചും ഉള്ള കുട്ടികൾ, തുടർന്നുള്ള ബാച്ചിലെ കുട്ടികളും ഇതുപോലെ നിങ്ങളെ കാണാൻ വരികയും നിങ്ങളുടെ വിദഗ്ധമായ ആരോഗ്യ പരിശോധനയും നടത്തി ഇതിൽ കൂടുതൽ വിപുലമായി. ഇത് ഞങ്ങളുടെ ചെറിയ സാഹചര്യമാണ്, ചെറിയ നേഴ്സിംഗ് കോളേജാണ്. ഇവർ ആദ്യ ബാച്ച് കുട്ടികളാണ്, അവർ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. ഇനി തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും കഴിയുന്നിടത്തോളം തവണ നിങ്ങളെ കാണാൻ ഞങ്ങളുടെ കുട്ടികൾ തീർച്ചയായും വരുന്നതായിരിക്കും. ഓക്കെ. ഒക്ടോബർ 1 വയോജന ദിനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വയോജന കേന്ദ്രം സന്ദർശിക്കണമെന്നും അവിടെ ഒരു ക്യാമ്പ് നടത്തണമെന്നും ഒരാഗ്രഹം തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആദ്യം തന്നെ ഈ വയോജന കേന്ദ്രത്തിൻ്റെ പേര് നമുക്ക് മുന്നോട്ട് വെച്ചത് ബിന്ദു മാഡമാണ്. അങ്ങനെയാണ് അതിൻ്റെ പിറകിൽ പിടിച്ചാണ് നമ്മൾ ഒത്തൊരുമിച്ച്, അതായത് 6 സം സ്റ്റുഡൻസ്, നീതി, ഞാൻ, ബിന്ദു മാഡം, ഇവരെല്ലാം കൂടെ ചേർന്ന്
ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയതും നമ്മളിവിടെ വന്നതും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഞാൻ 2-3 വയോജന കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള ഒരു വയോജന കേന്ദ്രം ആദ്യമായിട്ട് കാണുകയാണ്. വളരെ സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഞാൻ കൂടുതലും വ്യക്തികളുടെ മാനസിക തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടെ സന്തോഷമുള്ളവരും അവർ കുറച്ച് ഇൻട്രാക്ഷനും ആൾക്കാരോടൊരു ഇടപെടലും എല്ലാം വളരെ നന്നായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു അനുഭവം നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സാറിന് എല്ലാവിധ ആശംസകളും, അതുപോലെ ഇവിടെയുള്ള അച്ഛനും അമ്മമാർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നന്ദി. ആദ്യത്തെ ബാച്ചാണ്. അപ്പോൾ ഇത്രയും നല്ല രീതിക്ക് ഒരു ക്യാമ്പ് നമ്മൾ കൊണ്ട് നടത്താൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. നമുക്ക് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലത്തെ പരിപാടികൾ നടത്തണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇവിടെ വന്ന് ഈ അച്ഛനെയും അമ്മമാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അമ്മുമ്മയും അപ്പൂപ്പനും എൻ്റെ വീട്ടിലുണ്ട്. അപ്പം അവരുടെ കൂടെയൊക്കെ നിൽക്കുന്ന ഒരു അനുഭവം കിട്ടി. വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു സമുദ്രതീരം എന്ന് പറയുന്ന കേന്ദ്രം സജസ്റ്റ് ചെയ്ത ബിന്ദു മാഡം, അതുപോലെ ഞങ്ങളുടെ കൂടെ എന്ന ജിജ മാം, നീതി മാം, അങ്ങനെ ഡോക്ടർ പ്രതിഭ മാമും ഞങ്ങളുടെ കൂടെ നമ്മുടെ ഒപ്പം നിന്ന് ഇവരുടെ എല്ലാവരുടെയും കൂടെ നിന്ന് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു അനുഭവം തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നും ഇത്രയും അച്ഛനും അമ്മമാരും ഇവിടെ സന്തോഷത്തോടെ ഒരു കുടുംബം പോലെ കഴിയുന്നു എന്നും മനസ്സിലാക്കാനും അതിന് കാരണക്കാരനായ നമ്മുടെ സാറ് റുവൽ സിംഗ് സാറിനും എൻ്റെ വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് നല്ലൊരു അനുഭവമായിരുന്നു. ജീവിതത്തിൽ എന്നും ഓർക്കാൻ കഴിയുന്ന വളരെ മനോഹരമായൊരു ദിനമായി ഇത് മാറി. ഇന്ന് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ടൈറ്റ് ഷെഡ്യൂളിനിടയിൽ ഈ ഒരു ദിവസം നമുക്ക് സമാധാനമായിട്ട് ചിരിച്ച് കളിച്ച് ചിലവഴിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നിങ്ങളോട് ഓരോരുത്തരോടാണ്. അത്രയും നേരം നമ്മളോട് സഹകരിച്ച് നമ്മളോടുകൂടി സംസാരിച്ച് ഇടപഴകി നിന്നത്. നമ്മളാൽ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സേവനങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും എപ്പോഴും ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചതെങ്കിലും നല്ല രീതിയിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റി. അത് നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഓർമ്മയായിരുന്നു. നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് ഇനിയും നല്ല രീതിക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകൾ. പ്രത്യേകിച്ച് എന്തോ പറയാനാ, പറയേണ്ടവരെല്ലാം ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരുപാട് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലേ, ഇവരെല്ലാം നല്ല രീതിക്ക് ചെയ്തില്ലേ? പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ സമുദ്രത്തിനെ.